പാലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 133 രാജ്യങ്ങൾ മത്സരിക്കുന്ന ആ മത്സരവേദിയിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാനം, കേരളത്തിന്റെ അഭിമാനം, ഈ കൊച്ചു ഗ്രാമപഞ്ചായത്തിന്റെ കാരാളികോണം വാർഡിന്റെ അഭിമാനമായി മാറിയ ഹുസ്ന ഫാത്തിമ. മക്കയിൽ നടന്ന അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുത്ത കാരാളികോണം സ്വദേശിയായ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ഇതൊരു വലിയ അനുഭവമായിരുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാതീൻ തനസ്സലു അലാ കുല്ലി അഫ്ഫാകിൻ അസീം യുൽഖൂന السمع وأكثرهم كاذبون والشعراء يتبعهم الغاوون ألم تر أنهم في كل واد يهيمون. നിലപാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 133 രാജ്യങ്ങൾ മത്സരിക്കുന്ന ആ മത്സരവേദിയിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാനം, കേരളത്തിന്റെ അഭിമാനം, ഈ കൊച്ചു ഗ്രാമപഞ്ചായത്തിന്റെ കാരാളികോണം വാർഡിന്റെ അഭിമാനമായി മാറിയ ഫാത്തിമ ഒരുപാട് മിടുക്കിയാണ്. ഇത്രയും രാജ്യാന്തര ബഹുമതി നേടിയ ഈ ഒരു കൊച്ചുകുട്ടിയോട് ഒപ്പം ചിലവഴിക്കാൻ എനിക്ക് സമയം കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ അഭിമാനകരമായ നിമിഷവും എനിക്ക് ഏറെ സന്തോഷം ഉളവാകുന്ന നിമിഷവുമാണ്. കൂടുതലൊന്നും തന്നെ പറയാനില്ല. നമ്മളൊരു യുദ്ധം ജയിക്കുന്നതിനേക്കാളും വലിയൊരു വിജയമാണ് ഈ കൊച്ചു കുഞ്ഞ് നമുക്ക് നേടിക്കൊണ്ട് തന്നിരിക്കുന്നത്. ഒത്തിരി ആഹ്ലാദം, ഒത്തിരി സന്തോഷം. നമുക്ക് എല്ലാവിധ ആശംസകളും പറയുന്നു. ഒരുപാട് സന്തോഷം. അവള് മിടുക്കിയാണ്. ഞാനിവിടെ ഇലക്ഷന്റെ സമയത്തൊക്കെ 2-3 വട്ടം വന്നപ്പോൾ അവളെ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും അവള് ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഖുർആൻ പാരായണത്തിലൊക്കെ ആയിരുന്നു. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ 130 രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടി ഫൈനൽ വരെ എത്തി. അൽഹംദുലില്ലാ. ഇനി അവൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ എൻ്റെ പ്രിയപ്പെട്ട മകൾ മക്കയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. 133 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. വളരെ ശ്രദ്ധേയമായ, ലോകം ശ്രദ്ധയാകർഷിച്ച ഒരു പരിപാടിയായിരുന്നു. പ്രാവശ്യത്തെ പരിപാടിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. 46ാമത് നടന്ന പരിപാടിയിലാണ് ലോകത്ത് ആദ്യമായിട്ട് പെൺകുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ മത്സരം നടത്തിയത്. ആ ആദ്യത്തെ മത്സരത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചത് വളരെ ഒരു ഭാഗ്യമായി, നമ്മുടെ രാജ്യത്തിന്റെ ഒരു അഭിമാനമായി, നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമായി കാണുകയാണ്. പിന്നെ പരിപാടിയിൽ അവിടുത്തെ ഗവൺമെന്റ് ചെയ്തിരുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വളരെ വലുതായിരുന്നു. ഈ എല്ലാ 133 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത മത്സരാർത്ഥികളും അവരുടെ കൂട്ടത്തിലുള്ള കൂടെ വന്ന ആളുകൾക്കും വളരെ വിപുലമായ താമസവും ഭക്ഷണവും മറ്റ് സ്ഥലങ്ങളിലുള്ള സന്ദർശനവും, ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളിലുള്ള സന്ദർശനവും ഒക്കെ അവർ നടത്തി. ഇതൊക്കെ വളരെ അഭൂതപൂർവമായ ഒരു സംഭവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, ഒരു വ്യത്യസ്തമായ സംഭവമായി. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന് എല്ലാവർക്കും ഒരു അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് ഇതിനെ, മാത്രമല്ല പരിപാടിയിൽ അവസാനം വരെയും പോരാടി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു സൗഭാഗ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അതുപോലെ തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉണ്ടാകണം. നമ്മുടെ ഈ വിജയത്തിളക്കവുമായി വന്നെത്തിയപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എളമാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കം, നമ്മുടെ വാർഡിന്റെ മെമ്പർ അടക്കം, പ്രസിഡന്റ് അടക്കം മുഴുവൻ പഞ്ചായത്തിന്റെ പ്രതിനിധികളും ഇവിടെ വരികയും നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖരായ ആളുകളും ഒക്കെ വന്ന് പങ്കെടുത്ത് ഈ ഒരു സ്വീകരണ പരിപാടി ഇവിടെ നടത്തിയതിലും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ 2 റൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെ 23 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഫസ്റ്റ് റൗണ്ട് കിട്ടി. പിന്നെ സെക്കൻഡ് റൗണ്ടിലേക്ക്, പിന്നെ അങ്ങോട്ട് ഉള്ള റൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ 2 റൗണ്ട് പാസ്സായിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. എല്ലാം സെമി ഫൈനലും ഫൈനലും ആയിട്ട് 6 ദിവസത്തോളം മത്സരം ഉണ്ടായിരുന്നു. ഒരു ദിവസം കഴിയുന്ന സെമി ഫൈനൽ കുട്ടികളെ പിറ്റേന്ന് ഫൈനലിലേക്ക്, ഇങ്ങനെ കിട്ടിയ കുട്ടികളെ ഫൈനലിലേക്ക് എടുത്ത് ഫൈനലിൽ ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. വലിയൊരു സന്തോഷത്തിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമാണ് നാട്. വലിയൊരു മത്സരം, ലോക നിലവാരത്തിലുള്ള ഒരു മത്സരം, അത് വിശുദ്ധ ഖുർആൻ സംബന്ധമായ മത്സരം. ആ മത്സരത്തിൽ നിരവധി രാജ്യങ്ങൾ, 130 രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു മത്സരത്തിൽ അതിലൊരു വിജയിയാവുക എന്നതിനേക്കാൾ ഉപരി അതിലൊരു പങ്കാളിത്തം കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ്.
വലിയ പട്ടണമൊന്നുമല്ല നമ്മുടെ നാട്, വളരെ ചെറിയ ഒരു ഗ്രാമപ്രദേശം. ആ ഗ്രാമപ്രദേശത്ത് നിന്നും പോയിട്ടാണ് ഫാത്തിമ എന്ന കുട്ടി ഈ ബഹുമതി നേടിയത്. നമ്മുടെ നാട്ടിന്റെ പേര് നമ്മുടെ സംസ്ഥാനത്തിന്റെ രാജ്യത്തുമല്ല 130 രാജ്യങ്ങളിൽ കൂടി അറിയിക്കുന്നതിനുള്ള ഒരു ശേഷി ഈ ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടിക്ക് ഉണ്ടായി. അതിന് പ്രേരണയായി മാറിയത് അതിന്റെ ഉമ്മ പകർന്നു കൊടുത്ത അറിവ്. അതിനപ്പുറമായി അതിന്റെ വാപ്പയും വലിയ മത പണ്ഡിതനാണ്. ആ കുടുംബം തന്നെ മതപാണ്ഡിത്യമുള്ള ഒരു കുടുംബമാണ്. എൻ്റെ ചെറുനാളുകളിൽ മുതൽ ആ പുളിമുട്ടിൽ കുടുംബത്തിലെ ആളുകളോട് എനിക്ക് ബന്ധമുണ്ട്. ആ കുടുംബത്തിലെ ഒരു 3-ാം തലമുറയിലെ കുട്ടി, എനിക്ക് ബന്ധമുള്ള 3-ാം തലമുറയിലെ കുട്ടി ഇങ്ങനെ ഒരു മികവും വിജയവും ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അഭിനന്ദനീയമാണ്, ശ്ലാഘനീയമാണ്. ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ തന്നെ ആ കുട്ടിയുടെ വിജയത്തിൽ, സന്തോഷത്തിൽ, ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അത് മാത്രമല്ല, ഇത് മറ്റുള്ളവർക്ക് പ്രചോദനകരമായി മാറുകയും ചെയ്യും. ഈ വിജയം എന്നൊക്കെ പറയുന്നത് നമ്മളാരും തീരുമാനിക്കുന്നതല്ല, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കാരുണ്യം കൂടിയാണ്. അപ്പോൾ അതിന് തമ്പുരാൻ ആ കൃപയും കടാക്ഷവും കൊടുത്തുകൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ തൽഹത്തും തൗഫീഖും തമ്പുരാൻ അതിന് നൽകട്ടെ എന്ന് ഞാനും ദ്വാ ചെയ്യുന്നു എന്ന് പറയുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നു.